വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ 3ാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വീഡിയോ ഓൾറെഡി തീർന്നിട്ടുണ്ട്. അത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഓൾജിബ്രാക് ഫോം എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പോർഷൻ നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പേജ് നമ്പർ 63-ലെ കുറച്ച് എക്സർസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു, സെക്കൻഡ് വൺ തൊട്ടുള്ള ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. The terms of some arithmetic sequences in two specified positions are given below. Find the algebraic form of each. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ 2 പൊസിഷനിൽ കിടക്കുന്ന ആൾക്കാർ ഏതൊക്കെ ടേം ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അവരെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം കണ്ടുപിടിക്കണം. ഓക്കെ, അല്ല ഓൾജിബ്രാക് ഫോം കണ്ടുപിടിക്കണം. രണ്ടും ഒന്നാണ് കേട്ടോ. ഓൾജിബ്രാക് ഫോം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പോവുകയാണെ. നമ്മൾ ഓൾറെഡി ഇത് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്തിട്ടൊക്കെ വരുവാണെങ്കിൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോയിട്ടില്ല എന്ന് വിശ്വസിക്കുകയാണേ. ഓക്കെ, വാട്ട് എവർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ ഫസ്റ്റ് പാർട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് വേണം? നമുക്ക് ഇതിന്റെ ഓൾജിബ്രാക് ഫോം കണ്ടുപിടിക്കണം അല്ലേ? ഓൾജിബ്രാക് ഫോം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു. എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, an + b. ഇക്വേഷൻ അല്ല, ഫോം, എക്സ്പ്രഷൻ an + b. അതിൽ a ആരാ? a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. b എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം മൈനസ് d ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. അപ്പോൾ നമുക്ക് a കണ്ടുപിടിക്കാൻ ഇവിടെ d നെ വേണം, വിച്ച് ഈസ് ദ കോമൺ ഡിഫറൻസ്. പിന്നെ ബീനെ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടൈം ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഉണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം -d, അത് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ ആരെ തപ്പിപ്പോണം? നമ്മൾ ഡീനെ തപ്പിപ്പോണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ? അത് വെച്ചിട്ട് അങ്ങ് കണ്ടുപിടിക്കും. നോക്കിക്കേ, ഫസ്റ്റ് ടേമിനോട് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 10th ടേം കിട്ടുക? 9 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 10th ടേം കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് ടൈം ഇവിടെ എത്രയാ? 5 ആണ്. അതിനോട് 9 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10th ടേം ആയിട്ടുള്ള 23 കിട്ടും. ഓക്കെ, അപ്പോൾ 9d എന്ന് പറയുന്നത് എന്താണ്? 23 5 കുറയ്ക്കുന്നതല്ലേ? 23 5 കുറയ്ക്കുന്നതാണ്, അത് 18 ആണ്. അപ്പോൾ d എത്രയാ? d എന്ന് പറയുന്നത് 18നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം ഇത് 9 × d ആണ്. അപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആകും. അതെത്രയാ? 2. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് കിട്ടി, വിച്ച് ഈസ് 2. അപ്പോൾ ഇത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ f - d. ഫസ്റ്റ് ടൈം 5 ആയിരുന്നു. അപ്പോൾ 5 - d 2. അപ്പം 3 വരും. അപ്പോൾ ഇവിടുത്തെ ഓൾജിബ്രാക് ഫോം എന്ന് പറയുന്നത് എന്താണ്? ഓൾജിബ്രാക് ഫോം എന്ന് പറയുന്നത് ഇവരെ ഒന്ന് എടുത്തെഴുതിയാൽ മതി. അപ്പോൾ an അല്ലെങ്കിൽ a ഇവിടെ 2 ആണ്, 2n + b. അപ്പോൾ ഇതായിരിക്കും ഇവിടെ ആവശ്യമുള്ള ഓൾജിബ്രാക് ഫോം. മൂന്നാമത്തതിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 5th ടേം 10, 5th ടേം 10, 10th ടേം 5. എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? നമുക്ക് ഓൾജിബ്രാക് ഫോമാ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ എന്തായാലും ആദ്യം കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിച്ച് വെക്കാം. ഓക്കെ, 5th ടേമിനോട് 5 കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് നമുക്ക് 10th ടേം കിട്ടുക അല്ലേ? 10th ടേം കിട്ടുക. അപ്പോൾ 5th ടേം 10 ആണ്, പ്ലസ് 5d ആണ് 5. അപ്പോൾ 5d എന്ന് പറയുന്നത് 5 - 10 ആണ്, -5 ആണ്. അപ്പോൾ d എത്രയാ? -5. ഈ 5 ഇപ്പുറത്ത് വരും, -1. ഓക്കെ, അപ്പോൾ നമുക്ക് d കിട്ടി. ഇനി നമുക്ക് ഓൾജിബ്രാക് ഫോം എഴുതാം. ഓൾജിബ്രാക് ഫോം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് ഈക്വൽ ടു xn ഇസ് ഈക്വൽ ടു an + b. അതിൽ a എന്ന് പറയുന്നത് d ആണ്, അത് -1 ആണ്. ഇനി b എന്ന് പറയുന്നത് f - d ആണ്. f എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, d കണ്ടുപിടിച്ചു. ഇനി ഇതിനകത്ത് ഫസ്റ്റ് ടൈം കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. 5th ടേമിൽ നിന്ന് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ 5th ടേമിൽ നിന്ന് 4 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടുക. ഓക്കെ, അപ്പോൾ 5th ടൈം ഏതാ? 10. 10 - 4d ആണ് ഫസ്റ്റ് ടൈം. നമുക്കറിയത്തില്ല, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 10 - 4 × d എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? -1 ആണ് ഫസ്റ്റ് ടേം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ടേം എത്രയാ? ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 10 - 4 × -1 -4. അപ്പോൾ 10 - -4 എന്ന് വരും അല്ലേ? അപ്പോൾ 10 + 4 വരും. ഇത് രണ്ടും കൂടെ പ്ലസ് ആകും. അപ്പോൾ 14 ആണ് ഫസ്റ്റ് ടൈം. അപ്പോൾ 14 - d എത്രയാ? -1.
14 മൈനസ് -1. -1 ആണ് നമ്മളുടെ എന്ത് കോമൺ ഡിഫറൻസ്. അത് 14 + 1 എന്ന് വരും. അത് 15 എന്ന് വരും. അപ്പം നമ്മളുടെ ഓൾജിബ്രായിക് ഫോം എന്താ? ഓൾജിബ്രായിക് ഫോം is equal to xn is equal to an -1n അല്ലെങ്കിൽ -n plus b plus 15. ഇത് മൈനസ് ആണേ. -n plus 15 അല്ലെങ്കിൽ 15 - n എന്നും എഴുതാം കേട്ടോ. ഇതിനെ നമുക്ക് 15 - n എന്നും എഴുതാം. ഓക്കെ അല്ലേ? ഇനി അവിടുത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യന് 4th one. 8th ടേം 2, 12th ടേം 8. അപ്പോൾ നമുക്ക് ഓൾജിബ്രായിക് ഫോം എഴുതാം. അതിന് മുമ്പ് നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 8th ടേമിനോട് 4 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 12th ടേം കിട്ടുക അല്ലേ? അപ്പോൾ 8th ടേം 2 ആണ്, പ്ലസ് 4 കോമൺ ഡിഫറൻസ് ആണ് 12th ടേം. 12th ടേം എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ 4d എന്ന് പറഞ്ഞാൽ 8 - 2 6 ആണ്. അപ്പോൾ d എത്രയാ? 6 / 4 എന്ന് വരും. ഓക്കെ, ഇത് രണ്ടും ഈവൻ നമ്പേഴ്സാണ്. നമുക്ക് ഇവരെ രണ്ടുപേരെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3/2 എന്ന് വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? 3/2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടേം വേണം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് 8th ടേമിൽ നിന്ന് കണ്ടുപിടിക്കാം അല്ലേ? 8th ടേമിൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്നതാ? 7 കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്നതാ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 8th ടേം 2 ആണെന്ന് തന്നിട്ടുണ്ട്. 2 - 7 ഇൻറ്റു d എത്രയാ? 3/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 - 7 ഇൻറ്റു 3/2 എങ്ങനെയാണ് ചെയ്യുന്നതെന്നറിയോ? 7 × 3, 7 എന്ന് പറഞ്ഞാൽ 7/1 ആണ്. 7 × 3 എത്രയാ? 21/2. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക? 2 എന്ന് പറയുന്നത് 2/1 ആണ്. ഈ ഡിനോമിനേറ്റേഴ്സിനെ നമ്മൾ സെയിം ആക്കണം. അപ്പോൾ ഇതിനെ 2 ആക്കാൻ 1 × 2. അത് തന്നെ മേളിലും ചെയ്യുക, 2 × 2. അപ്പോൾ ഇത് 4/2 ആയിട്ട് മാറും. -21/2 എന്ന് വരും. 4 - 21 എന്ന് പറയുമ്പോൾ 4 ഇവിടെ കോമൺ ഡിനോമിനേറ്റർ 2 വന്നു. 4 - 21 -17 ആണ് കേട്ടോ. അപ്പോൾ -17/2 എന്നുള്ളത് നമ്മളുടെ ഫസ്റ്റ് ടൈം വരും. ഓക്കെ, അപ്പോൾ ഇനി ബി കണ്ടുപിടിക്കാം. ബി എന്ന് പറയുന്നത് f - d ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം എന്താ? ഫസ്റ്റ് ടൈം ആണ് -17/2 മൈനസ് d എന്താ? 3/2. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ആ 2 അങ്ങ് എഴുതുക. മേളിൽ എന്തുണ്ട്? -17 - 3 എത്ര വരും? -20/2. അപ്പോൾ എത്ര വരും? -10 എന്ന് വരും അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? ഡിയും ഉണ്ട്, എയും ഉണ്ട്, ബിയും ഉണ്ട്. അപ്പം നമുക്ക് ഓൾജിബ്രായിക് ഫോം എഴുതാം. ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് an + b ആണ് അല്ലേ? അപ്പം a എന്ന് പറയുന്നത് d അല്ലേ? അപ്പോൾ 3/2n പ്ലസ് b എത്രയാണ് കിട്ടിയാൽ നമുക്ക്? -10. അപ്പോൾ 3/2n - 10. ഓക്കെ അല്ലേ? അപ്പം ഇതാണ് ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Prove that the arithmetic sequence with first term 1/3, first term 1/3 and common difference 1/6 contains all natural numbers. Okay, ഫസ്റ്റ് ടേം 1/3യും കോമൺ ഡിഫറൻസ് 1/6 ആയിട്ട് വരുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടാകും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താ അപ്പോൾ ഈ ഒരു സീക്വൻസിൽ നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടുള്ള 1 2 3 4 5 6 അവരില്ലേ, അവർ ഈ ഒരു സീക്വൻസിനകത്ത് വരും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ ജനറൽ ഫോം അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കും. ആ ഓൾജിബ്രായിക് ഫോമിനകത്ത് എന്നിന് നമ്മൾ പല വാല്യൂസ് ഇട്ട് കൊടുത്തു നോക്കും. അപ്പം നമുക്ക് ഈ നാച്ചുറൽ നമ്പേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വരും എന്ന് നമ്മൾ ജനറലൈസ് ചെയ്യും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം എന്താ വേണ്ടേ? ഓൾജിബ്രായിക് ഫോം. അപ്പോൾ എല്ലാവിധ പ്രൂഫിലും ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള പ്രൂഫിലും ഓൾജിബ്രായിക് ഫോം വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഓൾജിബ്രായിക് ഫോം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് xn is equal to an plus b ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് ഇവിടെ d ആണല്ലേ, അല്ലെ കോമൺ ഡിഫറൻസ് അത് തന്നിട്ടുണ്ട് 1/6 എന്ന്. ആൻഡ് നമുക്ക് എഫും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാം. അപ്പോൾ a is equal to d is equal to 1/6, b is equal to f minus d. f ഇവിടെ 1/3 ആണ്. അപ്പോൾ 1/3 - 1/6 എന്ന് വരും.
ഡിനോമിനേറ്റേഴ്സിനെ സെയിം ആക്കണം. അപ്പോൾ ഇവിടെ ഇൻറ്റു 2 ചെയ്താൽ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിക്കോളും. അപ്പോൾ 1 × 2 2/6 മൈനസ് 1/6. ഓക്കെ, അപ്പം ഡിനോമിനേറ്റർ സെയിം ആയി. 2 - 1 1. അപ്പോൾ 1/6 എന്നാവും നമ്മളുടെ ബി. അപ്പോൾ നമ്മളുടെ എന്താണ് ഓൾജിബ്രായിക് ഫോം എന്താകും? xn is equal to a പ്ലസ് അല്ലെങ്കിൽ 1/6 പ്ലസ് n ഉണ്ട് an പ്ലസ് ബി എത്രയാ 1/6. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് 1/6 കോമൺ ആയിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇത് നമ്മൾ എടുത്തു പുറത്തേക്ക്, ബാക്കി n ഉണ്ട്, പ്ലസ് ഇവിടുന്ന് 1/6 നമ്മൾ പുറത്തേക്ക് എടുത്തു, ബാക്കി 1 ഉണ്ട്. ഇത് എങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലായോ? ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടണം. 1/6 × n 1/6n പ്ലസ് 1/6 × 1 1/6 കിട്ടുന്നില്ലേ? അപ്പം അങ്ങനെ വേണം എഴുതാനേ. അപ്പോൾ നമുക്കിതിൻ്റെ എന്ത് കിട്ടി? ഓൾജിബ്രായിക് ഫോം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ n + 1/6 എന്ന് എഴുതാം കേട്ടോ. 1 × n + 1 n + 1 ആണ്. അപ്പോൾ നമ്മുടെ ഓൾജിബ്രായിക് ഫോം നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ n + 1/6ൻ്റെ വാല്യൂ എന്തായിട്ട് വരണം? 1 2 3 അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് വരുന്ന കേസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് വരുന്ന എന്നിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം n + 1 കണ്ടുപിടിക്കാം. അപ്പം n + 1 ഇവിടെ കിട്ടണമെങ്കിൽ ഈ 6 ഇപ്പുറത്തേക്ക് പോകണ്ടേ? ഈ 6 ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുമല്ലേ? അപ്പുറത്തേക്ക് പോകുമ്പോഴോ അത് മൾട്ടിപ്ലിക്കേഷൻ ആകും. അപ്പോൾ 1 × 6 6, 2 × 6 12, 3 × 6 18, 4 × 6 24. ഈ വാല്യൂസ് ആകും n + 1ന് വരിക. അപ്പോൾ n ഏതൊക്കെയായിരിക്കും? n എന്ന് പറയുന്നത് ഇവിടെ ഈ 1നെയും കൂടെ അപ്പുറത്തേക്ക് പോകണം, എന്നാലേ എന്നിൻ്റെ വാല്യൂ ആകുള്ളൂ. ഈ 1 ഇവിടെ ആഡ് ചെയ്തിരിക്കുകയല്ലേ? അപ്പോൾ ഈ നമ്പറിനോട് ഈ 1 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 6 - 1 5, 11, 17, 23 എക്സെട്ര എന്ന് വെച്ചാൽ എന്നിൻ്റെ വാല്യൂ 5ഉം 11ഉം 17ഉം 23ഉം ഒക്കെ വരുമ്പോൾ ഈ ഒരു ഓൾജിബ്രായിക് ഫോമിൽ നമുക്ക് എന്ത് കിട്ടും? നാച്ചുറൽ നമ്പേഴ്സിനെ കിട്ടും. എന്ന് വെച്ചാൽ ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 5th ടേമും 11th ടേമും 17th ടേമും 23rd ടേമും ഒക്കെ ആരായിരിക്കും? നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. ഇനി ഇത് നിങ്ങൾക്ക് പ്രൂഫിന് ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു 2 എണ്ണം ചെയ്ത് കാണിച്ചോ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളുടെ ഓൾജിബ്രായിക് ഫോം ആരാണ്? ഓൾജിബ്രായിക് ഫോം n + 1/6 ആണ്. ഓക്കെ, അതിനകത്ത് വെൻ n = 5, അതായത് 5th ടേം അല്ലേ? n 5 ആകുന്നത് 5th ടേമിലാണ്. ആ വാല്യൂ എത്ര വരും? 5 + 1/6 = 6/6, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. കണ്ടോ, നാച്ചുറൽ നമ്പർ കിട്ടി. ഇനി വെൻ n = 11 ആകുന്ന കേസിലോ x11 അല്ലെങ്കിൽ 11th ടേം എന്ന് പറയുന്നത് 11 + 1/n + 1/2. സോ 12/2 ആയിരിക്കും, അല്ലെങ്കിൽ 6 ആയിരിക്കും. 11 + 1/6 ആണ്. ഓക്കെ, തിരിഞ്ഞു പോയതാ കേട്ടോ. 11 + 1/6 ആണ്. അപ്പോൾ 12/6 അല്ലെങ്കിൽ 2 ആയിരിക്കും. കണ്ടോ, നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ വരുന്നേ. ഇനി അതുപോലെ എന്നിന് 17 കൊടുക്കുമ്പോൾ നമുക്ക് 3 കിട്ടും, എന്നിന് 23 കൊടുക്കുമ്പോൾ നമുക്ക് 4 കിട്ടും. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ആര് വരും? നാച്ചുറൽ നമ്പേഴ്സ് വരും. അപ്പോൾ നമുക്ക് എന്ത് ജനറലൈസ് ചെയ്യാം? 5th ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 1, 11th ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 2 ആൻഡ് സോ ഓൺ. സോ നമുക്ക് എന്ത് പറയാം? നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് f is equal to 1/3 or first time 1/3 and common difference 1/6 contains all natural numbers. That implies the given arithmetic sequence with first term 1/3 and common difference 1/6 contains all natural numbers. നിങ്ങൾക്ക് ഇത് നോട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ PDF നോട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പം നമ്മൾ നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരാം. സോ ഇതൊക്കെ ആ ഒരു നോട്ടിൽ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അപ്പം ഇതുകൊണ്ടാണ് ഇത് പ്രൂഫായിട്ട് മാറിയത്. സോ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചെയ്തത് നമ്മളുടെ പേജ് നമ്പർ 63ന്റെ എക്സസൈസിന്റെ 2 and 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഈ ഒരു പ്രൂഫും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിനകത്ത് ആകെ കുറച്ച് പ്രൂഫേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് എല്ലാം സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാം മനസ്സിലായി എഴുതാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നോട്ട്സ് വേണമെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അതുപോലെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. അവരോടും പഠിക്കാൻ പറയണം. എല്ലാവരും നന്നായിട്ട് പഠിച്ച് A+ ഉറപ്പാക്കണം കേട്ടോ നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ. എന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റിനാണേലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമിന് നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റി, മാർക്ക് കിട്ടി എന്നൊക്കെ ഞങ്ങളെ അറിയിക്കണം. അത് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ വേഗം ഇട്ടോളൂ. നമുക്ക് ബാക്കി പോർഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.